സിജോ അപ്പൊ അർജുനുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സിജോ അപ്പൊ ശ്രീധുവിന്റെ കാര്യമാണ് പറയുന്നത്. സിജോ പറയുന്നത് വീട്ടിൽ നിന്നും അമ്മ വന്നതിന് ശേഷം ശ്രീധു ആണ് സ്റ്റെപ്പ് ബാക്ക് ചെയ്തത്, അത് വിസിബിൾ ആയിരുന്നു എന്നുള്ളതാണ്. നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞോന്ന് അർജുനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നപ്പോ അർജുൻ പറയുന്നുണ്ട്. ട്രൂ ഫ്രണ്ടാണ് അവളെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞത് ഒരു ഫ്രണ്ടുള്ള നല്ലതാണെന്നുള്ള രീതിയിലാണ്, അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് അർജുൻ പറയും. അത് കഴിഞ്ഞപ്പോ സിജോ പറയുന്നുണ്ട് ചേച്ചി പോവാൻ ചാൻസ് കൂടുതൽ ശ്രീധു ആയിരിക്കും എന്നുള്ള രീതിയിലാണ് സിജോ സംസാരിക്കുന്നത്. സിജോ പറയണത് സിജോയും അമ്മയും ശ്രീധുവൊക്കെ ഇരുന്നപ്പോ എങ്ങാണ്ട് സിജോയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12ാം ആഴ്ച ശ്രീധു പോകുന്നു സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സിജോയുടെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു എന്നുള്ള രീതിയിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് പറയുന്നത് ശ്രീധുവിന്റെ അമ്മ. അപ്പൊ സിജോയ്ക്ക് അത് മനസ്സിലായത് അത് കോമഡി ആയിട്ടല്ല, അതിന് മുമ്പ് എന്തോ ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വിസിബിൾ ആയിരുന്നു ശ്രീധുവിന്റെ അമ്മ വന്നതിന് ശേഷമാണ് ശ്രീധു മാറിയ എന്നുള്ളത്. അപ്പൊ ഈ വോട്ട് സ്പ്ലിറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ നിന്നെ എഫക്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് കൂടുതൽ വോട്ട് കിട്ടുമായിരിക്കും, ചിലപ്പോൾ ശ്രീധുവിനായിരിക്കും വോട്ട് കുറവാകുന്നത്, അങ്ങനെയാണ് ശ്രീധു ഔട്ട് ആവും എന്നുള്ള രീതിയിലാണ് സിജോ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായാലും ഒരു ഇൻഡിവിജ്വൽ ഫാൻ ബേസ് ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കണേന്ന് അർജുൻ പറയുന്നുണ്ട്. സിജോ പറയുന്നുണ്ട് അതുണ്ടാവും. ഇപ്പൊ ഞാനും നീ ആയിട്ടൊരു കോംബോ ഉണ്ടാവും, ഞാനും നന്ദനിയുമായിട്ടൊരു കോംബോ ഉണ്ടാവും. കോംബോകൾക്ക് കുറച്ചിങ്ങനെ വോട്ട് സ്പ്ലിറ്റിംഗ് ആയിട്ടും പോകും. അപ്പൊ അതിലേക്ക് കൂടുതൽ വോട്ട് നിനക്ക് വരാനായിരിക്കും ചാൻസ് എന്നുള്ള രീതിയിലാണ് അർജുനോട് സിജോ സംസാരിക്കുന്നത്. ഞാൻ നിന്നോടുള്ള ഇതുകൊണ്ട് സംസാരിക്കണതാണ്, ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ആണ്, അല്ലാണ്ട് വേറെ ഒന്നും അല്ലാന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീധു പോയാലും നിന്നാലൊന്നും എനിക്കൊന്നും ഇല്ല എന്നുള്ളത് അപ്പൊ സിജോ അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം അർജുൻ പറയുന്നുണ്ട് ഞാൻ അവളോട് ഓപ്പൺലി ചോദിച്ചു വീട്ടിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും ഇതുണ്ടോ എന്നും, വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ മാറി നിൽക്കുന്നത്, അങ്ങനെ സംഭവം ഞാൻ ചോദിച്ചിരുന്നു എന്നും. അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മാറും അല്ലെ അത് മനസ്സിൽ വെച്ചിട്ട് പിന്നെ എന്നോട് പെരുമാറുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഹേർട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ അവളോട് ഓപ്പൺലി ചോദിച്ചായിരുന്നു എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ നിന്റെ ഒരു ട്രൂ ഫ്രണ്ട് ആയിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാനല്ല എന്തായാലും സ്റ്റെപ്പ് ബാക്ക് ചെയ്തെന്നുള്ള രീതിയിൽ അർജുനോട് സംസാരിക്കുന്നുണ്ട്. അർജുൻ അറിയില്ല, അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നാണ് അർജുൻ അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സിജോ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ 3 ഫീമെയിൽസിന് ഈ പ്രാവശ്യം പോകുമോ എന്നറിയില്ല, 3 ഇത് നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 77 ദിവസം 70ാമത്തെ ദിവസമാണല്ലോ മിക്കൊരു ഇജക്റ്റായി ഒക്കെ പോവാറുള്ളത്. അപ്പൊ ആ സംഭവമാണ് സിജോ പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നടക്കും. 70ാമത്തെ ദിവസം എന്ന് പറയുന്ന ദിവസം എന്തെങ്കിലും ഒരു സംഭവം നടക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ് സിജോ പറയുന്നത്. എന്ന് വെച്ചപ്പോൾ രജിത് കുമാർ ഔട്ടായത് അല്ലെങ്കിൽ റോബിൻ ഔട്ടായത് അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ 70, 77 ഈ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പോൾ 70 ഇപ്പോൾ കഴിഞ്ഞല്ലോ, അപ്പോൾ 77ാമത്തെ ദിവസം എന്തെങ്കിലും നടക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ശ്രീധു ഔട്ടാവും, അല്ലെങ്കിൽ പിന്നെ സിജോ പറയുന്നത് ഋഷി ആയിരിക്കാം. കാരണം 3 ഫീമെയിൽസിനെ വിടാൻ സാധ്യതയില്ല. അപ്പോൾ ഒരാൾ മെയിലാണെങ്കിൽ അതിലേറ്റവും വീക്കായിട്ട് ഇപ്പോൾ ഉള്ളതിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നതിൽ അഭിഷേകും അർജുനും ഋഷിയും ജിൻഡോയും ഉള്ളത്. അപ്പോൾ അതിൽ ഋഷി പോകാനായിരിക്കും ചാൻസ് എന്നും പറയുന്നുണ്ട്. ഋഷി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അർജുൻ പറയുന്നുണ്ട്. ഋഷിക്ക് അത്യാവശ്യം നല്ല ഫാൻ ബേസ് എല്ലാത്തിൽ നിന്നും ഉണ്ട്, ഓൾറെഡി ഉള്ളൊരു ഫാൻ ബേസ് ഉണ്ടല്ലോ. ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ ഗെയിം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവർ പലരും പോകേണ്ടതല്ലേന്നും അർജുൻ അവിടെ പറയുന്നുണ്ട്. ഇല്ല, വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയായിരുന്നു ശ്രീധുവിന്റെ മാറ്റം എന്നുള്ളത് അർജുന് മനസ്സിലായിട്ടില്ല. ശ്രീധു അത് തുറന്ന് പറഞ്ഞിട്ടുമില്ല. അവിടെ ഉള്ളവർക്ക് ഇന്നലെ സായി ആണെങ്കിലും അതുപോലെ തന്നെ അഭിഷേകം ഒക്കെ പറയുന്നുണ്ടായിരുന്നു അത് വിസിബിൾ ആയിരുന്നു എന്നുള്ളത്, അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അർജുൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല സിജോ പറഞ്ഞ വേറൊരു കാര്യം കറക്റ്റാണ്, വോട്ട് സ്പ്ലിറ്റ് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ വോട്ട് സ്പ്ലിറ്റായി ഒരുപാട് വോട്ട് ഇവർക്ക് കുറയാനൊക്കെ സാധ്യതയുണ്ട്. ലാസ്റ്റ് രണ്ടുപേരും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ പേളി, ശ്രീനിഷ്, ഷിയാസ് ഇവരുടെ കോട്ട അങ്ങനെ ഫുള്ള് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സാബുമോൻ അന്ന് ജയിച്ചത്. അങ്ങനെ മിക്കവരുടെ ഇതിലും സംഭവിക്കാറുണ്ട്. സിജോ അർജുനോട് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ശ്രീധു ഔട്ട് ആവാതെ അവിടെ നിൽക്കുവാണെങ്കിൽ അത് ഗുണം ചെയ്യുന്നത് സിജോയ്ക്കൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർജുനും ശ്രീധുവും രണ്ടുപേരും ടോപ്പ് 5 വന്നാൽ നന്നായിട്ട് എന്തായാലും വോട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ കൂടുതൽ വോട്ട് അപ്പോൾ സിജോയ്ക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുമല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിജോ അപ്പോൾ ഇത് ഗെയിമായിട്ടൊന്നും കണ്ട് പറഞ്ഞതല്ല, അർജുനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?